സൂപ്പർ ലീഗിൽ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്നലെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് FC ഗോവയോട് മഞ്ഞപ്പട തോറ്റത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടതിന്റെ നിരാശയിൽ കളിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഈ മത്സരത്തിൽ തന്നെ ഞെട്ടിച്ച കാര്യം എന്താണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സീസൺ ISLലെ ആദ്യ 9 മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് എതിർ ഗോൾ വല കുലുക്കിയിരുന്നു. എന്നാൽ FC ഗോവയ്ക്കെതിരെ മഞ്ഞപ്പടയ്ക്ക് അതിന് കഴിഞ്ഞില്ല. ഇതാണ് സ്റ്റാറയെ ഏറ്റവും അധികം നിരാശപ്പെടുത്തുന്നത്. FC ഗോവയ്ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്യാൻ കഴിയാതിരുന്നത് തന്നെ വളരെയധികം ഞെട്ടിച്ചെന്നാണ് മത്സരശേഷം മിഖായൽ സ്റ്റാറെ വെളിപ്പെടുത്തുന്നത്. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് നന്നായി കളിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയ സ്റ്റാറെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കളിക്കാൻ മഞ്ഞപ്പടയ്ക്കായെന്നും പറഞ്ഞു. എന്നാൽ 25-30 മിനിറ്റുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താളം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നും അനായാസം പന്തുകൾ നഷ്ടപ്പെടുത്താൻ തുടങ്ങിയതായും സ്റ്റാറെ വ്യക്തമാക്കുന്നു. മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിന് സംഭവിച്ച പിഴവിൽ നിന്നായിരുന്നു ഗോവയുടെ വിജയ ഗോൾ പിറന്നത്. മുൻ മത്സരങ്ങളിൽ സച്ചിൻ പിഴവുകൾ വരുത്തിയപ്പോഴൊക്കെ അദ്ദേഹത്തെ പ്രതിരോധിച്ചിരുന്ന സ്റ്റാറെ പക്ഷേ FC ഗോവയ്ക്കെതിരെ പിഴവിനെ പ്രതിരോധിക്കാൻ തയ്യാറായില്ല. അതൊരിക്കലും ഒരു ഗോൾ ആകേണ്ടതായിരുന്നില്ല എന്നാണ് മത്സരശേഷം FC ഗോവ നേടിയ ഗോളിനെ കുറിച്ച് സ്റ്റാറെ പറഞ്ഞത്. എവിടെ നിന്നോ പൊട്ടി വീണൊരു ഗോളായിരുന്നു ഗോവയുടേതെന്ന് ചൂണ്ടിക്കാട്ടിയ സ്റ്റാറെ തന്റെ കാഴ്ചപ്പാടിൽ അതൊരു മികച്ച അവസരമല്ലായിരുന്നുവെന്നും 100-ൽ 99% അത് രക്ഷപ്പെടുത്തേണ്ടതായിരുന്നുവെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. തുടർച്ചയായ 3 തോൽവികൾക്ക് ശേഷം ചെന്നൈയിൻ FCക്കെതിരെ വിജയപാതയിൽ തിരിച്ചെത്തിയിരുന്നതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ ഹോം മാച്ചിന് ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് ഉയരാൻ കഴിയാതെ പോയത് ആരാധകരെ നിരാശരാക്കിയിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ കരുത്തരായ ബംഗളൂരുവിനെയും പഞ്ചാബിനെയും പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസം ഗോവ താരങ്ങളിൽ പ്രകടമായിരുന്നു. ഗോവയ്ക്കെതിരായ പരാജയം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നില പരിതാപകരമാക്കിയിരിക്കുകയാണ്. ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളിലും ഈ പരാജയം കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ 10 കളികളിൽ 11 പോയിന്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അക്കൗണ്ടിലുള്ളത്. 3 ജയവും 2 സമനിലകളുമുള്ള ബ്ലാസ്റ്റേഴ്സ് 5 കളികളിലാണ് തോറ്റത്. 9 കളികളിൽ 20 പോയിന്റുള്ള ബംഗളൂരു FC ആണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത്. മോഹൻ ബഗാൻ 17 പോയിന്റുമായി രണ്ടാമതും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 15 പോയിന്റോടെ മൂന്നാമതുമുണ്ട്. പോയിന്റ് പട്ടികയിലെ ഒന്നാമന്മാരായ ബംഗളൂരു FCക്കെതിരെയാണ് ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ബംഗളൂരുവിന്റെ ഹോം ഗ്രൗണ്ടായ ശ്രീകണ്ഠീരവയിൽ ഡിസംബർ 7-നാണ് ഈ മത്സരം. നേരത്തെ ഇരു ടീമുകളും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് 1-3 പരാജയപ്പെട്ടിരുന്നു. ഈ തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യവും ബ്ലാസ്റ്റേഴ്സിനുണ്ട്. എന്നാൽ 2 ടീമുകളുടെയും ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊട്ടും എളുപ്പമാകില്ല എന്നതാണ് സത്യം.